ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 10 വിഭൂതിയോഗം. ശ്ലോകം 20. അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിതഃ അഹമാദിശ്ച മധ്യം ച ഭൂതാനാമന്ത ഏവ ച. വിവർത്തനം. ഹേ അർജുന, ജീവജാലങ്ങളുടെയെല്ലാം ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന പരമാത്മാവാണ് ഞാൻ. അവയുടെ തുടക്കവും മധ്യവും അവസാനവും ഞാനാകുന്നു. ഭാവാർത്ഥം. ഈ ശ്ലോകത്തിൽ അർജുനനെ ഗുഡാകേശ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. ഗുഡാകേശ എന്നതിന് നിദ്രാതമസിനെ ജയിച്ചവൻ എന്നർത്ഥം. അജ്ഞതയുടെ അന്ധകാരത്തിൽ ഉറങ്ങുന്നവർക്ക് ഭൗതിക ആധ്യാത്മിക ലോകങ്ങളിൽ ഭഗവാൻ നാനാരൂപങ്ങളിലൂടെ സ്വയം ആവിഷ്കരിക്കുന്നതെങ്ങനെയെന്ന് മനസ്സിലാക്കുവാൻ കഴിവില്ല. കൃഷ്ണൻ അർജുനനെ ഇപ്രകാരം അഭിസംബോധന ചെയ്യുന്നത് ശ്രദ്ധേയമാണ്. അർജുനൻ അത്തരം അന്ധകാരത്തിന് അതീതനാകയാൽ പരമദിവ്യോത്തമ പുരുഷൻ തൻ്റെ വിവിധ ഐശ്വര്യങ്ങളെപ്പറ്റി വിവരിച്ചു കൊടുക്കുവാൻ സമ്മതിക്കുന്നു. തൻ്റെ ആദിമ വിസ്തരണത്താൽ ഈ വിശ്വാവിഷ്കാരത്തിൻ്റെ ആത്മാവാണ് താനെന്ന് ആദ്യമേ കൃഷ്ണൻ അർജുനനെ അറിയിക്കുന്നു. ഭൗതിക സർഗത്തിന് മുമ്പ് തൻ്റെ സമഗ്ര വിസ്തരണത്താൽ അദ്ദേഹം പുരുഷാവതാരങ്ങൾ എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൽ നിന്നാണ് സൃഷ്ടിയുടെ ആരംഭം. അങ്ങനെ മഹത്തത്വമെന്നു വിളിക്കപ്പെടുന്ന വിശ്വമൂലകങ്ങളുടെ ആത്മാവ് ഭഗവാൻ കൃഷ്ണൻ തന്നെ. സമ്പൂർണ്ണ ഭൗതിക ശക്തിയല്ല സൃഷ്ടിയുടെ കാരണം. മഹത്തത്വമെന്ന സമഗ്ര ഭൗതിക ശക്തിയിൽ മഹാവിഷ്ണു ഉൾപ്പോകുകയാണ് ചെയ്യുന്നത്. അവിടുന്നാണ് മഹത്തത്വത്തിൻ്റെ ആത്മാവ്. മഹാവിഷ്ണു പ്രകട വിശ്വത്തിൽ പ്രവേശിച്ച് ഓരോ സത്തയിലും വീണ്ടും പരമാത്മരൂപേണ നിലകൊള്ളുന്നു. ആധ്യാത്മികമായ തേജസ് പുലിംഗത്തിൻ്റെ സാന്നിധ്യമാണ് ശരീരത്തെ നിലനിർത്തുന്നതെന്ന് നമുക്ക് അനുഭവം കൊണ്ടറിയാം. ആധ്യാത്മിക സ്ഫുലിംഗമില്ലാതെ ശരീരം വളരുകയില്ല. പരമാത്മാവായ കൃഷ്ണൻ അന്തസ്ഥിതനാകാതെ ഈ ഭൗതിക പ്രപഞ്ചത്തിനും വികാസം പ്രാപിക്കാനാവില്ല. സുബലോപനിഷത്ത് പറയുന്നു, പ്രകൃത്യാദി സർവഭൂതാന്തര്യാമി സർവശേഷി ച നാരായണഃ. പരമദിവ്യോത്തമ പുരുഷൻ പരമാത്മരൂപേണ എല്ലാ പ്രത്യക്ഷ പ്രപഞ്ചങ്ങളിലും കുടികൊള്ളുന്നു. ശ്രീമദ് ഭാഗവതവും സാത്വതന്ത്രവും 3 പുരുഷാവതാരങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. വിഷ്ണോസ്തു ത്രീണി രൂപാണി പുരുഷാഖ്യാന്യതോ വിദുഹു. ഈ ഭൗതികാവിഷ്കാരത്തിൽ ഭഗവാൻ 3 ഭാവങ്ങളിൽ പ്രത്യക്ഷീഭവിക്കുന്നു. കാരണോദകശായി വിഷ്ണു, ഗർഭോദകശായി വിഷ്ണു, ക്ഷീരോദകശായി വിഷ്ണു. മഹാവിഷ്ണു അഥവാ കാരണോദകശായി വിഷ്ണുവിനെ പറ്റി ബ്രഹ്മസംഹിത ഇങ്ങനെ പുകഴ്ത്തുന്നു. യഹ് കാരണാർണവചലേ ഭജതി സ്മ യോഗനിദ്രാം. കാരണങ്ങൾക്കും കാരണഭൂതനായ ഭഗവാൻ കൃഷ്ണൻ കാരണാർണവത്തിൽ മഹാവിഷ്ണുവായി ശയിക്കുന്നു. അതുകൊണ്ട് ആ പരമപുരുഷൻ തന്നെ വിശ്വാരംഭത്തിനു കാരണം. അദ്ദേഹമത്രേ എല്ലാ ശക്തികളുടെയും നിലനിൽപ്പിനും നാശത്തിനും ഹേതുവും. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.